അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഞങ്ങൾ കുറ്റ്യാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. കുറ്റ്യാടിയിൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ അവിടെ 2-3 സാധനങ്ങളും ഉണ്ട്. പിന്നെ എൻ്റെ നാത്തൂന് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് തന്നെ പെരിങ്ങത്തൂർ എത്തിയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ചായയും പഴംപൊരിയും കഴിച്ചു. അവിടെ എത്തിയപ്പോൾ അവർ എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അവർ ഉറക്കത്തുനിന്ന് വിളിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ ഞാൻ നല്ല ചായയും പഴം വാട്ടിയതും മുട്ടയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു, അതും കഴിച്ചു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു പൂച്ച വന്നു. നല്ലൊരു പേർഷ്യൻ കേട്ടായിരുന്നു. പക്ഷെ അതിനെ നോക്കാണ്ട് അതിൻ്റെ മേലെ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ, അതിന് തീരെ വൃത്തിയില്ലാതെ നോക്കിയിട്ട് പാവം ഫുഡ് പോലും കഴിക്കാൻ കൊടുക്കാണ്ട് അങ്ങനെയൊക്കെ നോക്കിയതെന്ന് തോന്നുന്നുണ്ട്. വെള്ളത്തിനൊക്കെ അത്രയും ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാവം തോന്നി. പിന്നെ ഇത് പിറ്റത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. ചോറും മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നാത്തൂൻ ഉണ്ടാകുന്ന ഒരു ചോക്ലേറ്റും ഇരുന്ന് കഴിച്ചു, ഞാനും ഹസ്ബൻഡും കൂടി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയി കേട്ടോ. തൂണേരിയിലാണ് ഞങ്ങൾ പോകുന്നത്. ദോശ കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ ചെപ്പുവിനൊരാഗ്രഹം. നല്ല ചിക്കൻ ദോശ വേണം. അങ്ങനെ ഞങ്ങൾ പോകാണ്. പോയി പകുതി ആയപ്പോൾ നല്ല മഴ. ഞങ്ങൾ അവിടെ വണ്ടി ഒരു കടയിലേക്ക് കയറ്റി വെച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ച സ്പോട്ട്. നല്ല അടിപൊളി വൈബും നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ദോശയാണ് കേട്ടോ പറഞ്ഞത്. പാവ ഇയാൾ ഫസ്റ്റ് ദോശ തൊടുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് നിന്നവരൊക്കെ ചെയ്തു. പക്ഷേ ഫസ്റ്റ് ദോശ അയാൾ എടുക്കുന്ന ഫ്ലോപ്പായി പോയിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഇനി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടായിരിക്കാം മേ ബി ആ ദോശ ഫ്ലോപ്പായിട്ടുണ്ടാവുക. ഒരു 2ാമത്തെ ദോശ ഇടുമ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ അയാളോട് ഇതാക്കി തന്നു കേട്ടോ. ഞാൻ മസാല ദോശയും പിന്നെ നാത്തൂമാർ 2ആളും ചിക്കൻ ദോശയും പിന്നെ എന്നെ ബീഫ് ദോശയും അതുപോലെ തന്നെ ചെമ്മും ബീഫ് ദോശയാണ് കേട്ടോ പറഞ്ഞത്. എല്ലാ ദോശയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് മസാല ദോശ തന്നെ കേട്ടോ. എനിക്ക് ഈ ടൈം എൻ്റെ ഈ പ്രഗ്നൻസി ടൈമിലായതുകൊണ്ടായിരിക്കാം മേ ബി എനിക്കെന്തോ മസാല ദോശ തന്നെയാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ കൂടെ ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് കൂടി പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഞങ്ങളൊരു പിസ്താഷ്യോ ന്യൂട്ടെല്ല വിത്ത് ഐസ്ക്രീം വരുന്നതും കൂടി കഴിച്ച് വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെ വയറും നല്ലോണം ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്നാൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി കേട്ടോ. അതിൻ്റെ ഇടയിൽ ബൈക്ക് ചെറുതായിട്ടൊന്ന് ടയർ പഞ്ചറാവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പോയത്. ഇത് പിന്നെ പിറ്റേന്ന് എടുക്കുന്നതാണ് കേട്ടോ. നാത്തൂന് അവരുടെ ജിമ്മിൽ പിന്നെ അവർക്ക് ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അവിടെ ഒന്ന് കയറി കാണാമല്ലോ എന്ന് വെച്ച് പോയായിരുന്നു.
നോക്കുമ്പോൾ അവിടെ പ്രോഗ്രാമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കരുതി പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഗ്രീൻ കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് കയറിപ്പോയി കേട്ടോ. അവിടെ അടിപൊളിയാണേ. അപ്പോൾ അവിടെ ഞങ്ങൾ പിന്നെ കയറി ചെന്ന് ചായയും ഇതൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പുറമെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോഫിയും കട്ട്ലറ്റും ഒക്കെ പറഞ്ഞു, അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നാത്തൂന് ഷോളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഷോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അത് ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പം എന്നെ പറയുന്നതാണ് ഇത് ആദ്യത്തെ രസം, ഇതും രസമുണ്ട് അങ്ങനെ എന്നെ പറയുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ മഴ ആയതുകൊണ്ട് തന്നെ ചുമ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബൈക്കിൽ വരുന്നതുകൊണ്ട് അങ്ങനെ ഓനും കൂടി വന്നപ്പോൾ ഓൻ്റെ കൂടെ ഇരുന്ന് ഞാനും എന്നെയും കൂടി ഒന്നുകൂടി ചായ കുടിച്ചു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും പോയി. അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചപ്പോൾ അവർ രണ്ടുപേരും പോയി. ഞങ്ങൾ പിന്നെ ചായ കുടിച്ചിട്ടാണ് കേട്ടോ വീണ്ടും പോയത്. ഞങ്ങൾ അവിടെ കയറി ചെന്നപ്പോൾ അവിടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം അവിടെ നിന്നിട്ടില്ല. എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായതുകൊണ്ട് തന്നെ പിന്നെ നന്ന് ലേറ്റ് ആവാൻ പാടില്ലല്ലോ. ഒന്നാമത് മഴയും കൂടിയാണ്. അങ്ങനെ ഞാനും ചെമ്മും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. ബൈ.